നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ കട്ടപ്പനയിലെ ജീവനക്കാരുടെയും കോൺട്രാക്ടർമാരുടെയും നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷം നടത്തി. പുതുവത്സര ആഘോഷ പരിപാടികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളെ മറന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്ന് അഡ്വക്കേറ്റ് എസ് അശോകൻ. കർഷകരുടെ പേരിൽ മുതലക്കണ്ണീർ പൊഴിച്ച് അധികാരത്തിൽ വന്നവരാണ് ഇപ്പോൾ കർഷക തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക സിനിമയിലേക്ക് മിഴി തുറന്ന് 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. പി.ജി. ജോസഫ് MLA ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സമ്മിറ്റ് സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ കട്ടപ്പനയിലെ ജീവനക്കാരുടെയും കോൺട്രാക്ടർമാരുടെയും നേതൃത്വത്തിൽ നാരകക്കാനം പ്രൊവിഡൻസ് ഹോമിൽ പുതുവത്സര ആഘോഷം നടത്തി. പുതുവത്സര ആഘോഷ പരിപാടികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ കട്ടപ്പനയിലെ കോൺട്രാക്ടർമാരുടെയും ജീവനക്കാരുടെയും ആഭിമുഖ്യത്തിലാണ് മാനസിക നില തൃപ്തികരമല്ലാത്തവരും കിടപ്പ് രോഗികളും അധിവസിക്കുന്ന നാരകക്കാനം പ്രൊവിഡൻസ് ഹോമിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഹരി NR അധ്യക്ഷത വഹിച്ചു. പുതുവത്സരാഘോഷ പരിപാടികൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതിനും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. ലോകരക്ഷകനായ യേശുവിന്റെ ജനനം ഈ ലോകത്തിന് സർവ്വതലത്തിലും ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണെന്ന് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. സിസ്റ്റർ തെരേസ് മുഖ്യപ്രഭാഷണവും M. സുധീർ സ്വാഗതവും സിസ്റ്റർ പൗളിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. പ്രൊവിഡൻസ് ഹോമിലേക്ക് വാട്ടർ അതോറിറ്റി ജീവനക്കാർ നൽകിയ 3 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങളും മന്ത്രി റോഷി അഗസ്റ്റിൻ കൈമാറി. ആശംസകൾ അറിയിച്ച വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. സുധീർ, പോൾ പീറ്റർ, CBK ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും പ്രൊവിഡൻസ് ഹോം അന്തേവാസികളുടെയും വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 59ാമത് സ്കൂൾ വാർഷികവും രക്ഷകർതൃ സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും വർണ്ണാഭമായ ചടങ്ങുകളോടെ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 59ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും സെന്റ് റീതാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടുനടയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂൾ ആണ് എന്ന് ഏറ്റവും ഏറെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയും. ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അങ്ങേയറ്റം നല്ല രീതിയിൽ പ്രയോജനവും നൽകിക്കൊണ്ട് നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ മാനേജറുമായ നമ്മുടെ അച്ഛൻ നേതൃത്വം വഹിച്ച് നമ്മുടെ ഈ സ്കൂളിൻ്റെ വിജയത്തിനും ഒക്കെ നമ്മുടെ അധ്യാപകരോട് ഒപ്പം നിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഇനിയും ഈ സ്കൂളിൻ്റെ വിജയം ഏറെ മുന്നോട്ട് പോട്ടെ, നമ്മുടെ ഈ കായിക രംഗത്തുമാണെങ്കിലും കായിക രംഗത്തുമാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും നല്ല ഒരു വിജയം കരസ്ഥമാക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഹെഡ്മാസ്റ്റർ ജോ മാത്യു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ലൂസി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറൻ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് മുഖ്യപ്രഭാഷണവും എൻഡോമെന്റ് വിതരണവും നടത്തി. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ നിർമ്മല കോളേജിലേക്കും ന്യൂമാൻ കോളേജിലേക്കുമാണ് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വന്നുകൊണ്ടിരുന്നത്.
10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്കായും +2 കഴിഞ്ഞ് ഡിഗ്രിക്കായും വന്ന വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞിരുന്നത് നിങ്ങളുടെ അക്കാഡമിക മികവ് മാത്രം കൊണ്ടായിരുന്നില്ല. നിങ്ങളുടെ യൂണിഫോമോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡോ ഒന്നും കണ്ടിട്ടല്ല നിങ്ങളെ തിരിച്ചറിയുമായിരുന്നത്. അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ പുലർത്തിയതായ ഉന്നതമായൊരു ജീവിത നിലവാരം അത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പഠനത്തോടും പാഠ്യേതര പ്രവർത്തനങ്ങളോടും ഒപ്പം തന്നെ ഏകദേശം 40-ലധികം സ്കൂളുകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിലേക്ക് വരുമായിരുന്നു. നിർമ്മല കോളേജിലേക്ക്, ന്യൂമാൻ കോളേജിലേക്ക് വരുമ്പോൾ 800ഓളം വിദ്യാർത്ഥികളാണ് ഒരു ബാച്ചിലേക്ക് വരിക. പക്ഷെ അവിടെ വരുമ്പോൾ ഓരോ സ്കൂളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടേതായ പ്രത്യേകത ഉണ്ടായിരിക്കും. തുടർന്ന് പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ദിവ്യ അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ്, LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സാൽജി ഇമ്മാനുവൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിറ്റോ ചെറുവള്ളി, PTA പ്രസിഡന്റ് ബോബി ജോസഫ്, MPTA പ്രസിഡന്റ് രമ്യ മനു, HSS സ്റ്റാഫ് പ്രതിനിധി ഫാദർ ആന്റണി ഓവേലിൽ, HS സ്റ്റാഫ് പ്രതിനിധി ബിന്ദു ജോർജ് K, സ്കൂൾ ലീഡർ ക്രിസ്റ്റോ ജോബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ചെയർപേഴ്സൺ സഞ്ജന ഷൈജു കൃതജ്ഞത അർപ്പിച്ചു. दूरे 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 പൊൻതരികൾ വീണൊഴുകും പുലരിയിലൊരു കളിയോളം മഴയുടെ മൃദുലവമേളം തളിരില തഴുകുമൊരീണം നിറയുടെ നറുമണലോരം പഴയ പഴയ പ്രേമ പുലരും ഒരേ കിരണഗിരിയിലും ഇരുളും പതിയെ മറയും അകലെ പൊരുളിലരിയ പന്തീരു കുലമേ. കർഷക തൊഴിലാളികളെ മറന്ന സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് അഡ്വക്കേറ്റ് S അശോകൻ. കർഷകരുടെ പേരിൽ മുതലക്കണ്ണീർ പൊഴിച്ച് അധികാരത്തിൽ വന്നവരാണ് ഇപ്പോൾ കർഷക തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്ത നയം നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുനഃസംഘടിപ്പിക്കപ്പെട്ട ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മിറ്റി ഭാരവാഹികൾക്ക് സംസ്ഥാന പ്രസിഡന്റ് നിയമന ഉത്തരവ് കൈമാറി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കർഷകരെയും കർഷക തൊഴിലാളികളെയും മറന്ന സർക്കാരാണ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരെന്നും കർഷകരുടെ പേരിൽ മുതലക്കണ്ണീർ പൊഴിച്ച് അധികാരത്തിൽ വന്നവരാണ് ഇപ്പോൾ കർഷക തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്യുന്ന നയം നടപ്പിലാക്കുന്നതെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പറഞ്ഞു. പുനഃസംഘടിപ്പിക്കപ്പെട്ട ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ രാജീവ് ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കർഷകർ. അസിസ്റ്റന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ ഭൂപരിഷ്കരണവും അതൊക്കെ ഗുണകരമാണോ അല്ലയോ ഉള്ളതൊക്കെ ചർച്ച വിവാദമാണെങ്കിൽ പോലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ കർഷക തൊഴിലാളികളുടെ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. പലപ്പോഴും അവരുടെ കർഷക തൊഴിലാളികളുടെ സമ്മേളനങ്ങളൊക്കെ ഉജ്ജ്വലമായ പരിപാടികളായിട്ടാണ് അവർ നടത്തുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൾസ് അറിഞ്ഞുകൊണ്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് അവർ നന്നായി തിരിച്ചറിഞ്ഞു. ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് DKTF സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി പറഞ്ഞു. ഇന്ത്യ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും ഒന്നാമതായി വരും എന്ന് BJPയുടെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ചൈനയ്ക്ക് പോലും മേലെയായി ഇന്ത്യ മാറും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിദയനീയമാണ്. ഇന്ത്യയിൽ അതികഠിനമായി കൊണ്ടുള്ളതായ വിലക്കയറ്റം ഇന്ത്യയിൽ ഉണ്ടാവുകയാണ്. സാധാരണക്കാർ ജീവിക്കാൻ കഴിയുന്നില്ല. പണപ്പെരുപ്പം അതിരൂക്ഷമാണ്. എന്നത്തേക്കാൾ രൂക്ഷതയേറിയ പണപ്പെരുപ്പം ഇന്ത്യയിൽ നിൽക്കുന്നു. ഇതിന് കാരണം ഈ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഉപഭോഗ സംസ്കാരം, അവർ ഉപഭോക്താക്കൾ എന്ന നിലക്ക് സാധനങ്ങൾ വാങ്ങേണ്ടതായ വാങ്ങൽ ശേഷി അവൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബാങ്കുകളാണെങ്കിൽ അവരൊക്കെ തന്നെ അവരുടെ പലിശ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ രീതിയിൽ ഇന്ത്യയിലെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് പറയുന്നത് GDP നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പുതിയ കണക്ക് വെച്ചുകൊണ്ട് GDP 5.4 ചുരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ഇതുവരെ GDP 5.4 പോയിട്ടില്ല. അതുണ്ടായിരുന്നത് 7.2 അത് 8.1 നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ GDP ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിനപ്പുറം വരെയുള്ളതായ കണക്ക് പരിശോധിച്ചപ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയിലേക്ക് 5.4 ചുരുങ്ങിയിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ വികസന മുരടിപ്പാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് ഇന്ത്യൻ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് GDP വർദ്ധിച്ചു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അതിക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഉണ്ടായതിൻ്റെ 10 ഇരട്ടിയാണ് നികുതി ഇപ്പോൾ ഗവൺമെൻറ് ഖജനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ രാജ്യത്തെ വിലക്കയറ്റത്തിന് ഇടയാക്കിയിരിക്കുക. ഈ വിലക്കയറ്റത്തിൻ്റെ രൂക്ഷത ഏറ്റവും അധികം അനുഭവിക്കുന്ന കർഷക തൊഴിലാളികളാണ്. നമ്മൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നാട്ടിലുള്ളത്. ഒരു സാധനം വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണമില്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ പണമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടും കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോടും ഞാൻ സൂചിപ്പിച്ച പോലെ പെട്രോളിയം ഉൾപ്പെടെ വിലക്കയറ്റം അതിരൂക്ഷമാക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും 2 രൂപ സെസ് കൂടെ ഏർപ്പെടുത്തി നമ്മെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. പുനഃസംഘടിപ്പിക്കപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾക്ക് സംസ്ഥാന പ്രസിഡന്റ് നിയമന ഉത്തരവ് കൈമാറി. യോഗത്തിൽ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ജോയി മൈലാടി, SK വിജയൻ, ജനറൽ സെക്രട്ടറിമാർ ജെയിംസ് മാമുട്ടിൽ, ജിജി അപ്രേം, നിയോജകമണ്ഡലം പ്രസിഡന്റ് അലക്സ് തോമസ്, സാജു കാഞ്ഞിരത്താംകുന്നേൽ, മോനിക്കുട്ടി ജെയിംസ്, ജോസുകുട്ടി KA, അനുഷൽ ആന്റണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ഉണ്ണി ഈശോയുടെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് തിരുനാൾ കൊടിയേറ്റ്, തിരുസ്വരൂപ പ്രതിഷ്ഠ തുടങ്ങിയ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ഉണ്ണീശോയുടെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട് തിരുനാൾ കൊടിയേറ്റ്, തിരുസ്വരൂപ പ്രതിഷ്ഠ തുടങ്ങിയ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൽ സഞ്ചരിക്കുന്ന പരമാനായ ദൈവമേ, ആരാധിക്കുന്ന അങ്ങയുടെ മഹത്വത്തിനും വിശ്രമമാർത്തുന്നായി പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഫാദർ ജോസ് വടക്കേട്, ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട് എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് വിശുദ്ധ കുർബാന, സന്ദേശം, നോവേന, ആരാധന ഫാദർ വർഗീസ് കണ്ണാടൻ നയിച്ചു. 11 ശരി രാവിലെ 6 വിശുദ്ധ കുർബാന, ലതിഞ്ഞ്, അമ്പ്, മുടി എഴുന്നള്ളിക്കൽ, വൈകിട്ട് 4 ആഘോഷമായ തിരുനാൾ കുർബാന റവറൻ ഫാദർ ജോൺസൺ വാമറ്റത്തിൽ നേതൃത്വം നൽകും. റവറൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA സന്ദേശം നൽകും. 5:30 ലതിഞ്ഞ്, അമ്പലപ്പടി പന്തലിലേക്ക് പ്രദക്ഷിണം. 7:30 പള്ളിയിൽ സമാപന പ്രാർത്ഥന, ബാൻഡ്, ചെണ്ടമേളങ്ങൾ. ജനുവരി 12 ഞായർ രാവിലെ 5:30, 7, 9:30 സമയങ്ങളിൽ വിശുദ്ധ കുർബാന, അമ്പ്, മുടി എഴുന്നള്ളിക്കൽ. വൈകിട്ട് 4 ആഘോഷമായ തിരുനാൾ കുർബാന, സന്ദേശം റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വലിയ താഴ്ത്ത് നയിക്കും. 5:30 ലതിഞ്ഞ്, കാഞ്ഞിരം സിറ്റി കുരിശടിയിലേക്ക് പ്രദക്ഷിണം. 7:30 പള്ളിയിൽ സമാപന പ്രാർത്ഥന, ബാൻഡ്, ചെണ്ടമേളങ്ങൾ, വർണ്ണക്കാഴ്ചകൾ. വിശ്വാസത്തോടുകൂടെ ആ ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഒരു കാര്യം അത്ഭുതകരമായിട്ട് സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യേശു പറയുന്നുണ്ട്, ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ തരുന്ന ഒരു ഉറപ്പാണ്. ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ലോക സിനിമയിലേക്ക് മിഴി തുറന്ന 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി.
PJ ജോസഫ് MLA ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉദ്ഘാടന ചലച്ചിത്രമായി മലയാള ചലച്ചിത്രം ദായം പ്രദർശിപ്പിച്ചു. ലോക സിനിമയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചലച്ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ ഒരുക്കി തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. PJ ജോസഫ് MLA ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷത നയിച്ച സമ്മേളനത്തിൽ FFSI സെക്രട്ടറി റെജി M ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് തോന്നുന്നു ഒരു 100ഓളം വർഷങ്ങളുടെ പഴക്കം ആഗോളമായി ഫിലിം സൊസൈറ്റികൾക്കും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനുമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഫിലിം സൊസൈറ്റി ആദ്യത്തെ ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നത് 1959 കൽക്കട്ടയിലാണ്. കൽക്കട്ട ഫിലിം സൊസൈറ്റി സത്യജിത് റേ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ സംവിധായകരിൽ ഒരാളായ സത്യജിത്തിന് നേതൃത്വം നൽകി കൽക്കട്ട ഫിലിം സൊസൈറ്റി. കേരളത്തിൽ 1976 ചിത്രലേഖ ഫിലിം സൊസൈറ്റി ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ. 1959 തന്നെ അതിനുശേഷം അധികം വൈകാതെ പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ളൊരു രീതി എന്ന് പറയുന്നത് മെട്രോ നഗരങ്ങളിൽ മാത്രമാണ് ഫിലിം സൊസൈറ്റികൾ ഉണ്ടായിരുന്നത്. അതിനൊക്കെ വലിയ കഥകളുണ്ട്. ഡൽഹിയിലെ ഫിലിം സൊസൈറ്റിയിൽ അംഗത്വം നേടുന്നതിനായിട്ട്, അപ്പോൾ അത് മെട്രോ നഗരങ്ങളിലെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടറി ക്ലബ്ബുകളൊക്കെ പോലെയുള്ള ഒരു എലീറ്റ് സംഗതികൾ കൂടിയായിരുന്നു ഒരു ഘട്ടം വരെ. ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേന്ദ്ര സെൻസർ ബോർഡ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട MM മഞ്ജുഹാസൻ, VK ബിജു എന്നിവരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, FFSI റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് MI സുകുമാരൻ എന്നിവരും പ്രസംഗിച്ചു. തുടർന്ന് ഉദ്ഘാടന ചലച്ചിത്രമായി മലയാള ചലച്ചിത്രം ദായം പ്രദർശിപ്പിച്ചു. രാത്രി 8 മണിക്ക് ഡെൻമാർക്കിൽ നിന്നുള്ള ചലച്ചിത്രമായ ലാൻഡ് ഓഫ് മൈൻ പ്രദർശിപ്പിച്ചു. ജനുവരി 9 മുതൽ 12 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിലാണ് ചലച്ചിത്രമേള നടക്കുന്നത്. ഫിലിം ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ഓപ്പൺ ഫോറം ചലച്ചിത്ര സംവിധായകൻ ശ്രീജിത്ത് പോയിൽക്കാവ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര പ്രവർത്തകനായ മുരളി നീലാംബരി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് വേണു പെരിങ്ങാശ്ശേരി, തപസ്യ കലാസാഹിത്യവേദി ജില്ലാ അധ്യക്ഷൻ VK സുധാകരൻ, സംസ്കാര സാഹിതി ജോയിന്റ് കൺവീനർ KV ബാബു, പ്രേം നസീർ, സുഹൃത്ത് സമിതി പ്രസിഡന്റ് MG വിജയകുമാർ തുടങ്ങി വിവിധ സാംസ്കാരിക സംഘടനാ നേതാക്കളും കോളേജ് ഫിലിം ക്ലബ് അംഗങ്ങളും ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തു. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിലെ മുഴുവൻ പ്രദർശനങ്ങളും കാണുന്നതിന് 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 18 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഫെസ്റ്റിവൽ നടക്കുന്ന സിൽവർ ഹിൽസ് സിനിമാസിൽ ഒരുക്കിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് പള്ളിക്കാമുറിയിൽ ഉൾപ്പെടുന്ന കുരുമ്പുപാടം യൂണിറ്റി റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സാൻസൺ അക്കക്കാട്ട് നിർവഹിച്ചു. ഉദ്ഘാടന വേളയിൽ മനോഹരമായ ഈ റോഡിൽ വഴിവിളക്കുകൾ എത്രയും വേഗത്തിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. റോഡിന്റെ നാമകരണ കർമ്മം കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ ഫാദർ സന്തോഷ് നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് പള്ളിക്കാമുറിയിൽ ഉൾപ്പെടുന്ന കുരുമ്പുപാടം യൂണിറ്റി റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സാൻസൺ അക്കക്കാട്ട് നിർവഹിച്ചു. ഉദ്ഘാടന വേളയിൽ മനോഹരമായ ഈ റോഡിൽ വഴിവിളക്കുകൾ എത്രയും വേഗം സ്ഥാപിക്കുമെന്ന് വാർഡ് മെമ്പർ ഉറപ്പു നൽകി. പൊതുസമൂഹത്തിന് കൂടി ഉപയുക്തമാകുന്ന വിധത്തിൽ നമ്മുടെ ചിന്തയും പണവും ഇടപെടലുകളും ഒക്കെ സൗകര്യങ്ങളും ഒക്കെ വിനിയോഗിക്കുമ്പോഴാണ് സമൂഹത്തിന് എന്തായ ഗുണമുണ്ടാകുന്നത്. അവിടെയാണ് ഒരു പൊതുപ്രവർത്തനം ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് നാടിന് ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകുന്നത്. ഏറ്റക്കുറിച്ചിലും ഉണ്ടാക്കാം, അണ്ണാകുഞ്ഞും തന്നാലായി എന്ന് പറയുന്ന പോലെ ഉണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ സാർ എന്താ പേര് ഉദ്ദേശിച്ചതെന്ന് ഇദ്ദേഹത്തിന് ചോദിക്കുമ്പോൾ യൂണിറ്റി, ഓക്കെ, ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ചെറുതും വലുതുമായി അവരുടെ വലിപ്പത്തിനനുസരിച്ചുള്ള പങ്കാളിത്തത്തോടെ ഒരു പൊതുഗതാഗതത്തിനായി ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതല്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് പേരോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് പ്രധാനമായിട്ടുള്ള വഴികളെല്ലാം ഇങ്ങനെ നശിച്ചു കിടക്കുക, എന്താ ചെയ്യണ്ടേ? ഇനി എന്തെങ്കിലും മെമ്പർക്ക് ചെയ്യണമെങ്കിലും പണ്ടൊക്കെയാണെങ്കിൽ മെമ്പർ ഒന്ന് കുറിച്ച് കൊടുത്താൽ ഒരു വഴി പൊതുവഴിയാകും, അതല്ലെങ്കിൽ പൊതുവഴി അല്ലാത്തതിന് മാറ്റാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇന്ന് നിയമാനുസൃതമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഭൂവുടമയാരോ ഭൂവുടമയിൽ നിന്നും സമ്മതപത്രം ആധാരം പഞ്ചായത്തിൻ്റെ ചെലവിൽ ചെയ്ത് വാങ്ങിച്ച് അത് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെടുത്തി അതിന് മാത്രമേ ഫണ്ട് അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിയമം ഉണ്ടായതിനു ശേഷം അത് ഒരു നിയമത്തിൻ്റെതായ കാര്യങ്ങളിൽ ആളുകൾ ദുരുപയോഗം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് പ്രകാരം അങ്ങനെ നിയമം ഉണ്ടായത്. ഈ റോഡിന്റെ നാമകരണ കർമ്മം കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ ഫാദർ സന്തോഷ് നിർവഹിച്ചു. ഓരോ പെരുമാറ്റവും പരസ്പരം ഈ തറയിൽ കാണുന്നത് നിങ്ങളുടെ വ്യക്തിബന്ധത്തിലും കാണട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പരസ്പര സഹകരണത്തോടെ, പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു മേഖല ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ കാര്യത്തിലും നന്നായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു സഹകരണം നിങ്ങളുടെ പ്രത്യേകിച്ചും ഈ റോഡ് ശരിയാക്കാനായിട്ട് ഇതിടാനായിട്ട്
സാധിച്ചതുപോലെ സഹകരണം ഉണ്ടാകട്ടെ. വേദനയും മുറിവുകളും എല്ലാം ഉള്ളപ്പോഴും ഈ സഹകരണത്തിന് വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 100 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുള്ള ഈ ഗ്രാമീണ റോഡിന്റെ നേരിട്ടുള്ള ഗുണഭോക്താക്കൾ 9 വീട്ടുകാരാണ്. എല്ലാവരും ഒത്തൊരുമിച്ചതിന്റെ ഫലമാണ് ഈ റോഡ് മനോഹരമായി ടൈൽ വിരിച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞത്. 10 ദിവസം മുൻപ് വരെ ഈ റോഡ് കാൽനട യാത്രയ്ക്ക് പോലും ഉതകുന്നതായിരുന്നില്ല. കുറഞ്ഞ ചിലവിൽ ഗ്രാമീണ റോഡുകൾ എങ്ങനെ പുനർനിർമ്മിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റോഡ്. പലരും കൂടി ചെയ്യുന്ന പണച്ചെലവുള്ള പദ്ധതി നടപ്പാക്കി വിജയിപ്പിക്കുന്നതിന് കൃത്യമായ നയവും തന്ത്രവും ആവശ്യമാണ്. ഇതെല്ലാം ഒത്തുചേർന്നപ്പോൾ യൂണിറ്റി റോഡ് പിറവികൊണ്ടു. ഈ റോഡിന് 2,56,000 രൂപ ചിലവായിട്ടുണ്ട്. ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തവർ ഈ റോഡിന്റെ നിർമ്മാണത്തെയും ഗുണനിലവാരത്തെയും അഭിനന്ദിച്ചുകൊണ്ട് മധുരം പങ്കുവച്ചാണ് പിരിഞ്ഞത്. ഒരു 10 ദിവസം മുമ്പ് വരെ ഈ വഴി ഒരു റോഡെന്ന് പറയാൻ കൊള്ളാവുന്ന അവസ്ഥയിലായിരുന്നില്ല, ഒരു ഊടുവഴിയായിരുന്നു എന്ന് വേണം പറയാം. കാൽനട യാത്രയ്ക്കോ വാഹനത്തിൽ വരുന്നാലും ഒക്കെ അതീവ ദുഷ്കരമായിരുന്നു യാത്ര. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പലരും ഒന്നിച്ചു കൂടുമ്പോൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും എളുപ്പമാകും. സാധിക്കുകയില്ലാന്ന് തോന്നുന്ന കാര്യം വരെ സാധിക്കും. ഇവിടെ അതാണ് സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടുക്കി ജില്ലയിലെ നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സമ്മിറ്റ് സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സിനമൺ കൗണ്ടിയിൽ നടന്ന സമ്മിറ്റിൽ ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് അധ്യക്ഷത വഹിച്ചു. തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സംസ്ഥാന സ്കിൽ സെക്രട്ടേറിയറ്റുമായ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ സ്കിൽ കമ്മിറ്റിയും സംയുക്തമായി ഇടുക്കി ജില്ലയിലെ നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സമ്മിറ്റ് സംഘടിപ്പിച്ചു. തൊടുപുഴ സിനമോൺ കൗണ്ടിയിൽ നടന്ന സമ്മിറ്റിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നൈപുണ്യ വികസനത്തിനുള്ള അവസരം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുകയാണ് ഇത്തരം സമ്മിറ്റുകളുടെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഓരോ ജില്ലാതലത്തിലും ഇവിടെ സൂചിപ്പിച്ചു. ചെയർമാനായിട്ടുള്ള നൈപുണ്യ വികസന സമിതികൾ കളക്ടർ ചെയർമാനായി രൂപീകരിച്ചു. പ്ലാനിങ്ങിൻ്റെ സെക്രട്ടറി നമ്മുടെ കൺവീനറായിട്ടുള്ള വ്യാവസായിക ഉദ്യമങ്ങളും വ്യക്തിഗത കാര്യങ്ങളിലുമെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരെയും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന തൊഴിലും തൊഴിലവസരവും സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പക്ഷേ നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ പ്രധാന കാര്യം നല്ല അവയർനെസ്സിൻ്റെ കുറവ് ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ ചില കാര്യത്തിൽ നല്ലവണ്ണം ഉപയോഗിക്കുന്ന ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് തൊഴിലവസരങ്ങളുണ്ട്. കാണുന്ന പ്രശ്നം അവിടെയില്ല. ആവശ്യമായ നിലയിൽ പ്രവർത്തിച്ചു വരാൻ കഴിയുന്നു. നമ്മുടെ എഞ്ചിനീയേഴ്സിനെ എടുത്താൽ പോലും അതിന് വലിയ തോതിലുള്ള പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവസരങ്ങൾ വന്നുകൊണ്ടുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് അധ്യക്ഷത വഹിച്ചു. നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ പരിശീലകർ, പൊതു സ്വകാര്യ മേഖലകളിലെ ചെറുതും വലുതുമായ പരിശീലന സ്ഥാപനങ്ങൾ, വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, 60ഓളം നൈപുണ്യദാതാക്കൾ, നൈപുണ്യ പരിശീലനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നായി 100ലേറെ പേർ പങ്കെടുത്തു. കെയ്സ് സിഇഒ ടി വി വിനോദ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ, കെയ്സ് സ്കിൽ കൺവേർജൻസ് മാനേജർ പി അനൂപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആലടിയിൽ പെരിയാർ നദിയിലേക്ക് ടൺ കണക്കിന് മണ്ണ് തള്ളിയ സംഭവത്തിൽ മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മലയോര ഹൈവേ നിർമ്മാണത്തിനായി എടുത്ത ടൺ കണക്കിന് മണ്ണ് പെരിയാർ നദിയിലേക്ക് തള്ളിയ സംഭവത്തെക്കുറിച്ച് മേജർ ഇറിഗേഷൻ കുമളി സെക്ഷൻ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മലയോര ഹൈവേ അധികൃതരെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി വിവരം ചോദിച്ചറിയുകയും ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിയിലെ കടത്തിനു സമീപത്ത് നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് മേജർ ഇറിഗേഷൻ കുമളി സെക്ഷനിലെ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു മാത്യു, ഓവർസിയർ എ.ജെ. ജോസുകുട്ടി എന്നിവരാണ് പരിശോധന നടത്തിയത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുറമ്പോക്ക് ഭൂമിയിൽ മണ്ണ് തള്ളിയ സംഭവത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരി ഡിവിഷൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പോയ വഴിക്ക് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങളുടെ അറിവോടെയൊന്നും അല്ല ഇവിടെ നടന്നേക്കുന്നത്. ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി മണ്ണ് ഇവിടെ ഫില്ല് ചെയ്തതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഈ വിവരങ്ങൾ ഹയർ ഓഫീസേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുകയും
അതേപോലെ തന്നെ ഇത് NH-ൻ്റെ ഭാഗമായിട്ട് അവർ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള മെറ്റീരിയലാണെന്നാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. മണ്ണ് തള്ളിയ സ്ഥലം സ്വകാര്യ വ്യക്തി കല്ലുകെട്ടി തിരിച്ച് നിലമൊരുക്കി നിർമ്മാണം നടത്തുന്നതിനുള്ള ഒരുക്കം നടത്തിവരികയാണ്. പട്ടയമുള്ള ഭൂമിയുടെ ഉടമയോട് അനുവാദം വാങ്ങി റവന്യൂ അധികാരികളിൽ നിന്നും പെർമിഷൻ എടുത്തു വേണം ആ ഭൂമിയിൽ മണ്ണ് നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്ന നിയമമാണ് മലയോര ഹൈവേ നിർമ്മാതാക്കൾ ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. മണ്ണ് നിക്ഷേപിക്കുവാൻ തങ്ങൾക്ക് അനുമതി നൽകുന്നില്ല എന്ന മലയോര ഹൈവേ അധികൃതർ പറയുമ്പോഴാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുമായി അനധികൃത ഇടപാടിലൂടെ ഇവർ മണ്ണ് തള്ളിയിട്ടുള്ളത്. ലോസ് 1-ന് 500 രൂപ വീതം കൈപ്പറ്റിയാണ് മണ്ണ് തള്ളിയിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. മലയോര ഹൈവേ നിർമ്മാണ ജോലികൾക്കായി കൊണ്ടുവന്നിട്ടുള്ള ടിപ്പറുകളും JCBയുമാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. വർഷകാലമാകുന്നതോടുകൂടി പെരിയാർ നദി കരകവിഞ്ഞൊഴുകുന്നതോടുകൂടി ഈ മണ്ണ് ഇടുക്കി ജലസംഭരണിയിലേക്കാണ് ഒഴുകി എത്തുന്നത്. ഇത് ജലജന്യ ജീവികളുടെ നാശത്തിനും ഇടുക്കി ഡാമിന്റെ തന്നെ സുരക്ഷയ്ക്കും ഭീഷണി ആയി മാറുകയും ചെയ്യുമെന്നാണ് അധികൃതർ പറയുന്നത്. BBC ന്യൂസ്, പീരുമേട്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ചെയർമാനായി ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ, ജനറൽ സെക്രട്ടറിയായി SG സുദർശൻ, ട്രഷററായി ജോയി വർഗീസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. രാമകൃഷ്ണൻ വൈക്കത്ത്, MJ ലൂയിസ്, PV അച്ചാമ, NM യൂനസ്, ഷൈനി റോയ്, റെജീന മറയൂർ, TM ജോയ്, രാജു നാടുകാണി, MD ദേവദാസ്, മിനി പ്രിൻസ്, KG സജിമോൻ, PN സെബാസ്റ്റ്യൻ തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. ചെമ്പരത്തി പുതിയടത്തുകുന്നിൽ PT ജോസഫ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം 11-ാം തീയതി ഉച്ചയ്ക്ക് 12:30 വീട്ടിലാരംഭിച്ച് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. ഭാര്യ ത്രേസ്യ കുട്ടി കടവൂർ പിട്ടാപ്പള്ളിൽ കുടുംബാംഗം, റിട്ടയർഡ് HM. മക്കൾ പ്രിയ നെതർലൻഡ്, പ്രിൻസ് ബാംഗ്ലൂർ. മരുമക്കൾ ടോം തോമസ് വാഴചാരിക്കൽ അറക്കുളം നെതർലൻഡ്, ബിബി വർഗീസ് ചെങ്ങിനിയാടൻ മുക്കന്നൂർ. കൊച്ചുമക്കൾ നിഖിൽ, നേഖ, ജാനറ്റ്, ജെറിൽ. പരേതൻ മുതലക്കോടം SCB റിട്ടയർഡ് സെക്രട്ടറിയായിരുന്നു. കോൺക്രീറ്റിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടും അപകട ഭീതി ഒഴിയാതെ വണ്ടിപ്പെരിയാർ പുതിയ പാലം. പാലത്തിലെ കോൺക്രീറ്റ് സ്പാനുകളുടെ ഇരുമ്പ് ബാറുകൾ ഇളകി മാറിയതാണ് അപകട ഭീതി പരത്തുന്നതായി വാഹനയാത്രികർ പരാതി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പാലത്തിന്റെ കോൺക്രീറ്റ് പൊളിഞ്ഞതിന് പകരമായി ചെയ്ത കോൺക്രീറ്റ് നിർമ്മാണവും പൊട്ടിപ്പൊളിഞ്ഞ് പാലത്തിൽ വീണ്ടും ഗർത്തങ്ങൾ രൂപപ്പെടുന്നതും അപകടക്കെണിയാവുന്നതായും പരാതി ഉയരുന്നുണ്ട്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച വണ്ടിപ്പെരിയാർ പുതിയ പാലമാണ് നിർമ്മാണ തകർച്ചയുടെ തുടർക്കഥയായി മാറുന്നത്. പാലത്തിന് മുകളിലെ കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ പുറത്തേക്ക് വന്ന് അപകടഭീതി പരത്തുന്നതും പാലത്തിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും പതിവായതോടെ നിരന്തര പരാതികൾക്കും മാധ്യമ വാർത്തകൾക്കുമൊടുവിലാണ് പാലത്തിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നപരിഹാരം കാണുന്നതിന് ദേശീയ പാതാ വിഭാഗം നടപടികൾ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ കോൺക്രീറ്റും പൊളിഞ്ഞു തുടങ്ങിയതോടുകൂടിയാണ് അപകടക്കെണികൾ തുടർക്കഥയാവുന്നത്. പാലത്തിലെ കോൺക്രീറ്റ് പൊളിഞ്ഞ് സ്പാൻ ഇരുമ്പ് ദണ്ടുകൾ ഉയർന്നു നിൽക്കുന്നതാണ് പാലത്തിലൂടെയുള്ള വാഹന യാത്രികർക്ക് അപകടക്കെണിയായി മാറുന്നത്. ഇരുമ്പ് തണ്ടുകളിൽ കയറി വലിയ ശബ്ദത്തോടുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്ന സമയം കാൽനട യാത്രികർ ഞെട്ടലോടുകൂടിയാണ് പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. പുതിയ പാലത്തിലെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് വാഹന യാത്രികർ ആവശ്യപ്പെടുന്നത്. നമസ്കാരം. എൻ്റെ ഇതിൽ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. NHന്റെ ഈ പാലം പണിതിന് ശേഷം വളരെയധികം നിർഭാഗ്യവശാൽ വളരെയധികം അപകടകരമായ രീതിയിലേക്കാണ് പാലത്തിൻ്റെ കുലുക്കം. കൂടാണ്ട് ഓരോ വർഷങ്ങളിലും
ഇവർ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. ഈ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി സ്ക്വയർ കമ്പി നടുക്കൂടിടാറുണ്ട്. ആ കമ്പി സ്വയം ഇളകിപ്പോയിട്ട് വണ്ടിയുടെ വീലിനിടയിൽ കുരുങ്ങി വണ്ടികൾ ഭയങ്കരമായ അപകടത്തിൽ വരാനാണ് സാധ്യത. ഇവരിട്ടിരിക്കുന്ന പല കമ്പികളും ഇളകിപ്പോയിട്ട് ആക്രി കച്ചവടക്കാരാണ് കൊണ്ടുവരിക്കുന്നത്. അത് NHന്റെ ഭാഗത്തുള്ള ഭയങ്കരമായ അനാസ്ഥയാണ്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം കളയാനുള്ള സംവിധാനങ്ങളില്ല. കോൺക്രീറ്റ് തന്നെ നാമമാത്രമായ രീതിയിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ മുടക്കിക്കൊണ്ട് പുനരുദ്ധാരണം ചെയ്യുമ്പോൾ അത് ഇട്ടുപോകുന്ന 2 മാസത്തിനുള്ളിൽ പൊളിഞ്ഞു പോകുന്ന പരമദയനീയമായ അവസ്ഥയാണ് പാലത്തിന് നടുവിൽ കാണുന്നത്. അതിനകത്ത് ശക്തമായ പ്രതിഷേധം നമുക്കുണ്ട്. കോൺക്രീറ്റ് പൊളിഞ്ഞ് വീണ്ടും കമ്പികൾ പുറത്തേക്ക് നിൽക്കുന്നതും വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും വാഹന യാത്രികർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കോൺക്രീറ്റിൽ നിന്നും ഇളകി മാറി ഉയർന്നു നിൽക്കുന്ന ഇരുമ്പ് ദണ്ടുകളിലൂടെ വാഹനങ്ങൾ കയറി ഇറങ്ങുമ്പോഴുണ്ടാവുന്ന ശബ്ദം രാത്രികാലങ്ങളിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണോ എന്ന ആശങ്കയും ഡ്രൈവർമാർക്കിടയിൽ ഉളവാക്കുന്നുമുണ്ട്. ശബരിമല മണ്ഡലകാലമായതിനാൽ ഏറെ വാഹനത്തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിലെ പാലത്തിലെ അപകടക്കെണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് വാഹന യാത്രികരും നാട്ടുകാരും ദേശീയപാത അധികൃതർക്ക് മുൻപിൽ വയ്ക്കുന്നത്. VR വിജയൻ, VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ കട്ടപ്പനയിലെ ജീവനക്കാരുടെയും കോൺട്രാക്ടർമാരുടെയും നേതൃത്വത്തിൽ പുതുവത്സര ആഘോഷം നടത്തി. പുതുവത്സര ആഘോഷ പരിപാടികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളെ മറന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്ന് അഡ്വക്കേറ്റ് S. അശോകൻ. കർഷകരുടെ പേരിൽ മുതലക്കണ്ണീർ പൊഴിച്ച് അധികാരത്തിൽ വന്നവരാണ് ഇപ്പോൾ കർഷക തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക സിനിമയിലേക്ക് മിഴി തുറന്ന 19ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. PG ജോസഫ് MLA ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സമ്മിറ്റ് സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.